ഇന്നസെന്റ് ഇരിഞ്ഞാലക്കുട ഇന്നസെന്റ് അങ്ങളുടെ പാർപ്പിടം ഞാറ്റുവേല മഹോത്സവം. എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളങ്ങനെ ഇരിഞ്ഞാലക്കുട അയ്യങ്കാവ് മൈതാനത്തിന്റെ സൈഡിലൂടെ യാത്ര തുടങ്ങുകയായി. നമ്മൾ വന്നേക്കുന്നത് ഞാറ്റുവേല മഹോത്സവം 2025 അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഈ വരുന്ന വഴിയിൽ തന്നെയാണ് നമ്മുടെ ശ്രീ ഇടവേള ബാബുവിന്റെ വീട്. നമ്മൾ അദ്ദേഹത്തിനെ മീറ്റ് ചെയ്തിരുന്നു. അദ്ദേഹം കുറച്ച് തിരക്കുകളായതുകൊണ്ട് വീഡിയോയിൽ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അദ്ദേഹത്തിനെയൊക്കെ മീറ്റ് ചെയ്തേ ഇരിഞ്ഞാലക്കുട ഞാറ്റുവേല മഹോത്സവത്തിൻ്റെ എൻട്രൻസിലെത്തി. നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഇരിഞ്ഞാലക്കുട ഞാറ്റുവേല മഹോത്സവത്തിൻ്റെ സ്റ്റാളുകളൊന്നും കാണിക്കുന്നില്ല. അത് നമ്മൾ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാരണം വേറെ പല യൂട്യൂബേഴ്സും അവർ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ എപ്പിസോഡ് ഷോർട്ട് വീഡിയോസിലൂടെ ഞാറ്റുവേല മഹോത്സവം കാണിക്കുകയാണ്. നമ്മൾ ഈ അയ്യങ്കാവ് മൈതാനത്തിന് ചുറ്റിലൂടെ ഒന്നും വലം വെച്ച് നമ്മൾ ചെറുതായിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാണ്. നിങ്ങൾ കാണുക, നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുക. അങ്ങനെ നമ്മൾ അയ്യങ്കാവ് മൈതാനത്തോട് ഇവിടെ പറഞ്ഞ് നേരെ ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ചർച്ചിൻ്റെ ബാക്ക് സൈഡ് കിഴക്കേ പള്ളി എന്ന് പറയപ്പെടുന്ന പള്ളിയിലെത്തി. ഇവിടെ വന്നത് നമ്മൾ ഇരിഞ്ഞാലക്കുട എന്ന പേര് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു പേര് കൂടി നമുക്ക് പറയേണ്ടി വരും, ശ്രീ ഇന്നസെന്റ്. അദ്ദേഹം ഉറങ്ങുന്ന അല്ലെങ്കിൽ വിശ്രമിക്കുന്നത് ഈ പള്ളിയുടെ കോമ്പൗണ്ടിലാണ്. ഈ പള്ളിയുടെ ഇപ്പം നമ്മളിതേ ഗേറ്റ് തുറന്നതേ വരണതാണ്. ഇവിടെയാണ് ശ്രീ ഇന്നസെന്റ് അല്ലെങ്കിൽ ഇന്നസെന്റ് അങ്കിള് വിശ്രമിക്കുന്നത്. നമുക്ക് അദ്ദേഹം വിശ്രമിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാം. അതിൻ്റെ വിശേഷങ്ങളാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിനെ കാണാൻ പോകുമ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് ഒരു 2 വാക്ക് പറയണ്ടേ. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം മലയാളികളുടെ മനസ്സിൽ ശ്രീ ഇന്നസെന്റ് എന്നും ജീവിക്കും. നമ്മളിത് അവിടെ എത്തി. അദ്ദേഹം വിശ്രമം കൊള്ളുന്ന സ്ഥലമൊക്കെ നമുക്കൊന്ന് കാണാം. ഞാനൊന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു പോയിട്ട് ഏകദേശം അറിയാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഓർമ്മയില്ലാത്തവർ വല്ലവരുണ്ടെങ്കിൽ ഏകദേശം 2 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. 2023 അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ടുള്ളൂ. ഇപ്പോൾ 2 വർഷങ്ങൾ കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണത്. അവിടെ ഒരുപാട് അദ്ദേഹം ചെയ്ത സിനിമകളിലെ കഥാപാത്രങ്ങളിൽ ഒരുപാട് അവിടെ നമുക്ക് ഓർക്കാൻ പറ്റും. ഓരോരോ കഥാപാത്രങ്ങൾ നമ്മുടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഓരോ സിനിമയിലെ കഥാപാത്രങ്ങൾ അവിടെ ആലേഖനം ചെയ്തു വച്ചിട്ടുണ്ട്. അതിലൂടെ അവിടെ വരുന്നവർക്ക് ആ കഥാപാത്രങ്ങളിലൂടെ നമുക്ക് അവിടെ വെച്ചു അദ്ദേഹത്തിനോട് ആ ഓർമ്മകൾ നമുക്ക് വരും. ഇരിഞ്ഞാലക്കുട കിഴക്കേ പള്ളിയിലെ സെമിത്തേരിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സെമിത്തേരി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവിടെ കൊണ്ടു നടക്കുന്നതെന്ന് എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങൾ വീഡിയോയിൽ നോക്കി, നല്ല വൃത്തിയായിട്ട് ആ സെമിത്തേരി കൊണ്ടു നടക്കുന്നുണ്ട്. അവിടെ ഇനി ഇന്നസെൻ്റ് അല്ലാതെ പല പ്രമുഖരെയും ഈ സെമിത്തേരിയിൽ അടക്കിയിട്ടുണ്ട്. അവരും ആ സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. അവിടെ നിന്ന് നമ്മളിത് പുറത്തിറങ്ങി ഇരിഞ്ഞാലക്കുട കിഴക്കേ പള്ളിയിൽ ജസ്റ്റ് ഒന്ന് കയറി പ്രാർത്ഥിച്ച് നമ്മളിവിടുന്ന് നേരെ പറ്റുമെങ്കിൽ ശ്രീ ഇന്നസെൻറ്റിൻ്റെ വീട് കാണാം. ജസ്റ്റ് ആ കോമ്പൗണ്ട്, വീട്ടിൻ്റെ ഉള്ളിലേക്കുള്ള മീൻസ് എൻട്രി ഒന്നും നമുക്കില്ല. നമ്മൾ ജസ്റ്റ് ആ വീട് കാണാൻ പറ്റിയാൽ ആ കോമ്പൗണ്ട് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം എങ്ങനെയാണ് ശ്രീ ഇന്നസെൻ്റ് വീട് ഇരിക്കുന്നത്, എവിടെ വീട് ഇരിക്കണമെന്ന് നമുക്ക് കാണാം. അങ്ങനെ ഇരിഞ്ഞാലക്കുട കിഴക്കേ പള്ളിയോട് ഇവിടെ പറഞ്ഞ് നമുക്ക് നേരെ ഇന്നസെൻറ്റിൻ്റെ വീട് ലക്ഷ്യമാക്കിയുള്ള യാത്രയാണെങ്കിൽ ഇന്നസെൻറ്റിൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട, ഇതിലൂടെ ഈ വഴിയിലൂടെ യാത്ര ചെയ്ത് നമുക്ക് ഇപ്പം അധികം ദൂരമൊന്നുമില്ല, പള്ളിയിൽ നിന്ന് അധികം ദൂരമില്ല. ഇന്നസെൻറ്റിൻ്റെ ഇപ്പോൾ ഉള്ള വീട്ടിലേക്ക് നമ്മൾ വീട്. മലയാള സിനിമയിൽ പകരം വെക്കാനില്ലാത്ത അതുല്യ കലാകാരൻ ശ്രീ ഇന്നസെന്റ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടായ പാർപ്പിടം, എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് അറിയായിരിക്കും. പാർപ്പിടം എന്നാണ് അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര്. നിങ്ങൾക്ക് വേണ്ട പാർപ്പിടം, അതുപോലെ തന്നെ പേര് വീടിൻ്റെ ശ്രീ ഇന്നസെന്റ്. നമ്മളവിടെ എത്തിയപ്പോൾ തന്നെ ഇന്നസെൻറ്റിൻ്റെ മകനായ ശ്രീ സോണറ്റ് അദ്ദേഹത്തിന് നമ്മളവിടെ കാണാനിടയായി. ആളോട് നമ്മൾ ചോദിച്ചു, ഇങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇരിഞ്ഞാലക്കുട വന്നോണ്ട് ഒരു വീഡിയോ, ഇവിടുത്തെ കാര്യങ്ങൾ ജസ്റ്റ് ഇന്നസെൻ്റ് വീട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കാൻ ഒരു വീഡിയോ എടുക്കട്ടെ എന്ന് വെച്ച് വളരെ സന്തോഷത്തോടുകൂടി ശ്രീ സോണറ്റ് നമ്മൾ സമ്മതിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ വന്നത്. അങ്ങനെ നമ്മൾ ഇവിടെ ജസ്റ്റ് അതായത് നിങ്ങളെ കാണിച്ചു തരാണ്. ഇപ്പോഴത്തെ പ്രസൻറ്റ് കണ്ടീഷനിൽ ഇന്നസെൻ്റ് വീട് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ. ഇനി നമുക്ക് ഇവിടെ നിന്ന് വിട പറഞ്ഞ് നമുക്ക് വീട്ടിൽ പോവേണ്ടതുണ്ട്. നമ്മളിന്ന് ഇരിഞ്ഞാലക്കുട വന്ന് ഞാറ്റുവേല മഹോത്സവം നടക്കുന്ന അയ്യങ്കാവ് മൈതാനം കണ്ടു, ശ്രീ ഇന്നസെൻ്റിൻ്റെ വീട് കണ്ടു. അദ്ദേഹം
ഉറങ്ങുന്ന പള്ളി കണ്ടു. അങ്ങനെ പിന്നെ ഇടവേള ബാബുവിനെ ഞാൻ കണ്ടു, നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ല. പിന്നെ നമ്മുടെ ഇരിഞ്ഞാലക്കുട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരം ടോവിനോ തോമസ്, അദ്ദേഹത്തിൻ്റെ വീട് കൂടി ഇരിഞ്ഞാലക്കുടയാണ്. അദ്ദേഹത്തിനെ നമുക്ക് ഇനി എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു.